എൻ്റെ വീട് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ ഈ രതീഷേട്ടനാണെങ്കിലും ഈ റോണയാണെങ്കിലും രഞ്ജിത്തേട്ടനാണെങ്കിലും പ്രതിവേട്ടനൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഈ വിളിക്കുന്നതൊക്കെ ഈ വൈകിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. എടാ നാളെ ഒരു വർക്കുണ്ട്, ഇന്ന സ്ഥലത്ത് വരാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തോട്ടും ബസ്സില്ല. ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാരന്മാരെ എല്ലാം ഫോൺ ചെയ്യും, എടാ ആരെങ്കിലും എന്നെ. അപ്പം ഞാൻ വിളിക്കുന്ന ഉടനെ ഞാൻ എന്തോ പറയുന്നത്, ഫസ്റ്റ് ഞാൻ പറയുന്നത് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയോട് വണ്ടിക്കൂലി ചോദിക്കാനും എനിക്ക് ഡ്രസ്സ് പായ്ക്കാനുള്ള ടൈമാണ്. മനസ്സിലായോ? ഞാൻ അമ്മയോട് ഡ്രസ്സ് പായ്ക്കുമ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ പൈസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ പൈസ തരും, പക്ഷേ ഞാനെല്ലാം പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ തുടങ്ങണം, എന്നാലേ അമ്മ പൈസ എടുത്ത് തരത്തുള്ളൂ. എന്നിട്ട് അത്രയും പൈസ തന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, കൂട്ടുകാരന്മാരുടെ ബൈക്കിൽ കയറി വിട്ടു. അന്നേരം ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേ ഞാൻ വിളിച്ച് പറയുന്നത് ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ കാണുമെന്ന്. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മണി 9 മണി ആ ടൈമിലായിരിക്കും. ഞാൻ നേരെ വരും, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വരും. അവിടെ നിന്ന് ഒറ്റ ട്രെയിൻ കാണത്തില്ല. ലാസ്റ്റ് ട്രെയിൻ എങ്ങാണ്ട് 7:30 8:30 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് വെളുപ്പംകാലത്ത് എങ്ങാണ്ടേ ഉള്ളൂ. 1 മണിക്കോ 2 മണിക്ക് അങ്ങോട്ട് ട്രെയിൻ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 9:30 അവിടെ നിന്ന് ട്രെയിൻ കിട്ടും. ഞാൻ നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വരും. എന്നിട്ട് ഞാൻ അവിടെ കിടക്കും, അത് കൊതുകടിയും കൊണ്ട് അവിടെ കിടക്കും. എന്നിട്ട് പിന്നെ രാവിലെ മിക്കവാറും തമ്മനത്തും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ. കാരണം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് വെളുപ്പംകാലത്ത് നമ്മുടെ ചിലപ്പം ഈ വരാനുള്ള വണ്ടിക്കൂലിയൊക്കെ കാണത്തുള്ളൂ. പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ പൈപ്പിൽ നിന്നൊക്കെ കുടിച്ച് പിന്നെ 5 രൂപയുടെ മറ്റേ പാർലേജിയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിക്കാൻ കിട്ടും. അതും മേടിച്ച് കഴിച്ചിട്ടൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് നടക്കും. കാരണം എത്ര ദൂരമാണെങ്കിലും നമുക്കറിയാം, അത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ചെല്ലുന്നു. നടക്കും, ബാഗും പൊക്കിക്കൊണ്ട് അങ്ങ് നടക്കും. നടന്നിട്ട് അവിടെ ചെന്ന് ഫ്രഷ് ആവാനുണ്ടെങ്കിൽ ഫ്രഷ് ആവും. അപ്പോഴത്തേന് ആർട്ടിസ്റ്റുകളെല്ലാം വരും. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോയി. ഇതിനകത്ത് പൈസ കിട്ടിയിട്ട് വേണം തിരിച്ച് വണ്ടിക്കൂലി വീട്ടിൽ പോകാൻ.